ഗൈസെ നമ്മൾ ഇന്ന് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ സാരിയിൽ ലേസ് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇങ്ങനത്തെ ട്രാൻസ്പെറൻറ്റ് സാരീസിലൊക്കെ ലേസ് അറ്റാച്ച് ചെയ്യുക എങ്ങനെയെന്ന് കുറേ പേർക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരിക്കും. ഈ ഞാനുള്ളപ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഡൗട്ടിൻ്റെ ആവശ്യം, നമുക്ക് ചെയ്യാമെന്നേ. ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒന്ന് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ സാരി. ഇത് ഓർഗൻസ സാരിയാണ് കേട്ടോ. ഇത് പെയിൻറ്റ് ഇതാണ് കേട്ടോ. എങ്ങനെയുണ്ട്, കാണാൻ ഭംഗിയുണ്ടോ? ഞാനിങ്ങനെ ആ ലേസ് പുറത്തേക്കായിട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്തുള്ള ഈ ലേസ് കണ്ടിട്ടുണ്ടെങ്കിൽ ത്രെഡിൻ്റെ ഒക്കെ ടൈപ്പിൽ തന്നെ വരുന്ന രീതിയിലുള്ള അങ്ങനത്തെ ലേസ് ആട്ടോ. അധികം കല്ലോ മൊത്തമൊന്നുമില്ല, സീക്വൻസ് പക്ഷേ അതിൽ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് വരുന്നത് ഇതിൽ. അപ്പോൾ ഈ സാരിയുടെ നല്ല സൈഡിൽ വെച്ചിട്ടാണ് നമ്മൾ ലേസ് സ്റ്റിച്ച് ചെയ്യുന്നത്. അത് ജസ്റ്റ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇതിന് വേറൊരു സ്റ്റെപ്പും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലേസ് എടുത്തിട്ട് നമ്മൾ ഈ സാരിയുടെ നല്ല സൈഡിൽ ഇങ്ങനെ വെക്കുകയാണ്. ബട്ട് നമ്മൾ ലേസിൻ്റെ റോങ് സൈഡ് ആയിരിക്കണം വെക്കുന്നത്. ഇപ്പം ഞാൻ ഈ പിടിച്ചിരിക്കുന്നത് പോലെ ചെയ്യുന്ന രീതിയിൽ കേട്ടോ. ഒന്നുകൂടി കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് അതിന് രണ്ട് സൈഡ് ഉണ്ടല്ലോ. ഇതാണ് ഇപ്പോൾ റോങ് സൈഡ് ആ ലേസിൻ്റെ. അപ്പം നമ്മൾ ഈ സാരി നോർമൽ നമ്മൾ വക്കടിക്കില്ലേ, അതുപോലെ രണ്ടായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ആ ഫോൾഡ് ചെയ്തതിൻ്റെ ഇടയിലേക്ക് ഈ ലേസിൻ്റെ റോങ് സൈഡ് കയറ്റിയിട്ട് ഇങ്ങനെ വെക്കണം കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ എന്നിട്ട് ഇങ്ങനെ ആ ലേസ് അതിൻ്റെക്ക് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ കൊടുത്തിട്ട് ഞാൻ അതിൻ്റെ തറ്റത്തിലൂടെ വരുന്ന രീതിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ആ സാരിയുടെ എവിടേക്കാണോ നിങ്ങൾ ലേസ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ ഫുള്ളായിട്ട് വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് കുറച്ചൊന്ന് പണിയാണ്. ബട്ട് ഇത് സീ ത്രൂ ആയിട്ടുള്ള സാരി ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്താലാണ് ഭയങ്കര നീറ്റായിട്ട് കിട്ടുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര വക്കടിച്ചിട്ട് വെക്കുന്ന സമയത്ത് ആ വക്കിൻ്റെ തുമ്പൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടായിരിക്കും. ഇങ്ങനെയാകുമ്പോൾ രണ്ട് സൈഡിൽ നോക്കുമ്പോഴും ഒരു ഫിനിഷിംഗ് ആയിട്ട് വരുന്ന ഒരു ലുക്കാണ് കിട്ടുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ ചെയ്തതും നോർമൽ വേറെ രീതിയിൽ ചെയ്യുന്നതിൻ്റെ ഉള്ള ആ ഒരു ബെനിഫിറ്റ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം നമ്മളത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ എഡ്ജസ് അതെങ്ങനെയാണെന്ന് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും അല്ലേ. എഡ്ജസ് എങ്ങനെ ചെയ്യുമെന്ന് കാണിച്ചു തരാം. അതും നമ്മൾ സെയിം ഇതുപോലെ തന്നെ വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ലേസ് എടുത്തില്ലേ, അപ്പോൾ ആ ലേസ് നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ടായിട്ട് വരുന്ന രീതിയിലാണ് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. ബിക്കോസ് നമ്മൾ മറ്റേ സൈഡിലും ഇതുപോലെ തന്നെ ഈ ക്ലോത്ത് ഫോൾഡ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പില്ലേ, അങ്ങനെ ഫോൾഡ് ചെയ്യാനുള്ള ഗ്യാപ്പ് പ്ലസ് ഈ ലേസും കൂടി അവിടെ വെക്കണം. അപ്പോൾ അതിനും കൂടിയുള്ളൊരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമ്മൾ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്ന മറ്റേ സൈഡത്തെ ലേസ് അത് കട്ട് ചെയ്ത് കളയാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, ഞാൻ ലേസ് വെക്കുന്ന സമയത്ത് അതിനും കൂടിയുള്ളൊരു ഗ്യാപ്പ് കൂടെ വിട്ടിട്ടാണ് മറ്റേ ലേസ് കട്ട് ചെയ്ത് കളഞ്ഞത്. എന്നിട്ട് നമ്മൾ മറ്റേ രീതിയിൽ നോർമൽ സ്റ്റിച്ച് ചെയ്തെടുത്തില്ലേ, അതുപോലെ ആ ഫോൾഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ആ ലേസ് വെച്ച് അടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഫുള്ളായിട്ട് അടിച്ചെടുക്കുക. ഇതിപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കേണ്ടാവും ഇതിൻ്റെ ആ സാരിയുടെ ആ തറ്റമല്ലേ അത് വേണമെങ്കിൽ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞൂടായിരുന്നില്ലേ എന്ന്. കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിലും ഇങ്ങനെ അടിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്ക് അതിൻ്റെ ഫൈനൽ ലുക്ക് അങ്ങനെ വലിയ ഇഷ്യൂ ആയിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പാണ്. അപ്പോൾ നമ്മളതങ്ങനെ ഫുൾ അടിച്ചതിന് ശേഷം ഈ ലേസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇപ്പോൾ ഇത് അതിൻ്റെ റോങ് സൈഡല്ലേ, അത് എൻ്റെ റൈറ്റ് സൈഡിലേക്ക് ആക്കുന്ന രീതിയിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ തിരിച്ചു കൊടുത്തിട്ട് 4 സൈഡും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കണ്ടോ, ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ അതിൻ്റെ ആ വക്കിലൂടെ വരുന്ന രീതിയിൽ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ കൂടിയും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര നീറ്റായിട്ടാണ് ഇത് കിട്ടാൻ പോകുന്നത്. ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതൊന്നുകൂടി കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മൾ ആദ്യം ചെയ്ത് മടക്കി വെച്ചില്ലേ, ആ മടക്കി വെച്ചതിലൂടെ വരുന്ന രീതിയിൽ അതിലൂടെ ആ സ്റ്റിച്ച് കടന്നു പോകുന്ന രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അങ്ങനെയാകുമ്പോൾ നല്ല വൃത്തിക്ക് കിട്ടും. ഇത് കണ്ടോ, ഇത് രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോഴും നമുക്കിത് നല്ല ഭംഗിയിലാണ് കിട്ടിയിട്ടുള്ളത്. രണ്ട് സൈഡിലും ഇങ്ങനെ തുമ്പൊന്നും ഇങ്ങനെ എക്സ്ട്രാ വരുന്ന രീതിയിൽ അങ്ങനെയൊന്നുമില്ല. രണ്ട് സൈഡിലും നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്.